ഭീകരമായിട്ട് തോന്നിയ സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഭീകരമായിട്ടുള്ള അറ്റാക്ക് വരുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചാൽ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ട്, അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി അവരെന്തോ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ഒരു ദിവസം എന്നെ വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. നീ പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ് പറമ്പിൽ കൊണ്ടുപോയി. എത്ര വയസ്സ് കാണും? 9th ഒക്കെ ഡ്രോപ്പ് ഔട്ടായി കഴിഞ്ഞ സമയത്താണ്. 15 വയസ്സ്. സിഗരറ്റ് ഒക്കെ വെച്ച് പൊള്ളിച്ചു, കടിച്ചു, പല സ്ഥലങ്ങളിലും കടിച്ചു, നന്നായി ഉപദ്രവിച്ചു. ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും എൻ്റെ ശരീരത്തിൽ പറ്റില്ല. അതുകൊണ്ട് ഓറൽ സെക്സ്, ആനൽ സെക്സ് ഒക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോഴേ മനസ്സിലാവും കണ്ണിന്റെ മൂവ്മെന്റ് മാറുന്നു. നമ്മൾ പ്രാചീനമായി ചെയ്യുന്ന, നമ്മുടെ സാംസ്കാരികപരമായി ചെയ്യുന്ന ദായമക്കൈ, നമ്മൾ ഈ അർദ്ധനാരീശ്വരൻ ലിംഗഛേദം നടത്തുന്ന ഒരു സംഭവമാണ്. വൃഷണവും നമ്മുടെ ലിംഗവും വെച്ചിട്ടൊരു ചരട് കെട്ടും അവിടുത്തെ ബ്ലഡ് ഇതാവാനായിട്ട്. പിന്നെ നമ്മൾ മുറിച്ചതിന് ശേഷം സുഗന്ധതയിലാണ്, തിളച്ച എണ്ണ ഇല്ലാതെ പലതരം പച്ചമരുന്നുകൾ ഇട്ടിട്ടുള്ള ഒരു എണ്ണയാണത്. അത് ശരിക്കും മഞ്ഞൾ പൂശിയതിന് ശേഷമാണ് ഈ എണ്ണ അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലർക്ക് അറിയും, ചിലർ ബലം പിടിച്ചിരിക്കും, പല രീതിയിലാണത്. എത്ര വർഷം കഴിഞ്ഞാലും ഇനിയും മാറാൻ പോവാത്തൊരു സംഭവമാണ് ശോഭനവിളി. എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് നോർത്ത് വിഷമിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാചീനമായി ചെയ്യുന്ന, നമ്മുടെ സാംസ്കാരികപരമായി ചെയ്യുന്ന ദായമക്കൈ, നമ്മൾ ഈ അർദ്ധനാരീശ്വരൻ ലിംഗഛേദം നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 16 വയസ്സിൽ അവൾ അത് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ വയസ്സിൽ ചെയ്താൽ വലിയ വയസ്സാകുമ്പോൾ കൂടുതൽ സുന്ദരിയാവും എന്നുള്ള രീതിയിലാണ്. അവൾ അത്ര സുന്ദരിയായിരുന്നു, അവള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ദായമക്ക ചെയ്യുന്നത്? കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, പക്ഷെ ആ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ ഇതങ്ങനെ എന്നിട്ട് ഞങ്ങൾ ചെളിയിൽ നിന്ന് എനിക്ക് പോന്നു. വീട്ടിൽ പോയിട്ട് രാവിലെയൊക്കെ കുളിച്ച് ഫ്രഷായത്. അപ്പം അങ്ങനെ ക്രൂസിങ് സൈറ്റുകൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ദായമക്ക എന്ന് പറയുന്നത് ഇപ്പം പലരും പറയും ഇതിങ്ങനെ ഭയങ്കര സംഭവമാണ്. ഇല്ല, തിളച്ച എണ്ണ ചുമ്മാ അത് നമുക്ക് ഭയം വരുത്താലോ ഒരു കാര്യത്തില്. ഇപ്പൊ നമ്മുടെ നാട്ടില് പണ്ട് കൊടുങ്ങല്ലൂര് ക്ഷേത്രം, അവിടെ ബലി കഴിപ്പിക്കുമായിരുന്നു. അപ്പം നമ്മള് ആടിനെ വെട്ടും, തലയൊക്കെ അറക്കും. പിന്നീടാണ് മൃഗബലി ഇല്ലാതിരുന്നത്. പണ്ട് മനുഷ്യന്മാരെ കൊന്നിരുന്നത്, നരബലിയായിരുന്നു ക്ഷേത്രങ്ങളില്. പിന്നീട് മൃഗബലിയായിരുന്നു. ഇപ്പോഴും കേരളത്തിൽ അത് നിരോധിച്ചു പല ക്ഷേത്രങ്ങളിലും. പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോഴും ആടിനെ ഇറക്കുന്ന, കോഴിയെ ഇറക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ ഇതൊരു സംസ്കാരമാണ് ദായമക്കൈ. അപ്പൊ അതിനെ പൊതുജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഭയപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ശരിക്കും ദായമക്ക പ്രൊസീജിയർ എന്ന് പറയുന്നത്, അവർക്കൊരു 2-3 ദിവസം മുമ്പ് അവരെ പട്ടിണി കെടുത്തു. കുറച്ച് ഒന്നല്ല, ജസ്റ്റ് വലിയ ഭക്ഷണം ഒന്നും കൊടുക്കാതെ, കാരണം വെള്ളം ജ്യൂസ്. കാരണം ഇവരുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ അളവൊക്കെ ഒന്ന് കുറയാനും ഇവരുടെ ശരീരം ഒന്ന് റിലാക്സ് ആവാനൊക്കെയാണ് പട്ടിണിക്ക് ഇടുന്നത്. മറ്റൊന്ന്, ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ, ചെറിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇത് സർവൈവ് ആകുമോ ഇല്ല അങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം ഇതൊരു ഇപ്പൊ നമ്മള് വൈദ്യം ചികിത്സിക്കുന്നത് തലമുറയായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ദായമ്മയായിട്ട് വരുന്നത്. ഈ ദായമ്മേനെയാണ് തായ അമ്മ, അതാണ് ദായമ്മ. അതിന് പുറകെയാണ് ദായമ്മ എന്ന പേരായിട്ടുള്ളത്. ഈ ദായമ്മയുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ ദായമക്കൈ എന്ന് പറയുന്നത്. ദായമക്കൈ. അപ്പോൾ ഈ ദായമക്കൈ ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്ന ഒരാളായിരിക്കും. അത് നാണിയോ ദാദിയോ ചിലപ്പോൾ ഗുരുവൊക്കെ അത് ചെയ്യാം. അത് ആ സ്ഥലം അനുസരിച്ചാണ്. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാനുള്ള സമയം കൊടുക്കും. ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സമയം കൊടുക്കും. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാനും സമയം കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. എന്നിട്ട് പലരും പറയും കുഴി എടുക്കുന്നുള്ളത്. വളരെ കുറച്ച് സമയത്തൊക്കെ കുഴിയെടുക്കലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുഴിയെടുക്കലൊന്നും ഇല്ല. കാരണം നമുക്ക് ഭൂമി ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എവിടെ പോയി കുഴിയെടുക്കും? മനസ്സിലായി.
മനസ്സിലായോ? നമുക്ക് സ്വന്തമായിട്ട് ഭൂമി വേണമെങ്കിൽ നമുക്ക് അവിടെ കുഴിച്ചിടാൻ പറ്റുള്ളൂ. റൂമിൽ നൈറ്റ് ഇത് കഴിഞ്ഞിട്ട് അവരെ അങ്ങ് പൂട്ടിയിടും എന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ല, ഇതിപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചിലർക്ക് ഈ പെയിൻ താങ്ങാൻ പറ്റാതൊക്കെ ആയിരിക്കും റൂമിൽ, കാരണം ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ. ഒന്ന് ഇത്തരം കമ്മ്യൂണിറ്റികൾ വളരെ കൂട്ടത്തോടു കൂടി താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഗ്രാമങ്ങളായിരിക്കും. പട്ടണങ്ങളിൽ വളരെ കുറച്ച് ആളുകളെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടായി വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ശരിക്കും ഒരു ചരട് കെട്ടും, വൃഷണവും നമ്മുടെ ലിംഗവും വെച്ചിട്ടൊരു ചരട് കെട്ടും ബ്ലഡ് ഇതാവാനായിട്ട്. പിന്നെ നമ്മൾ മുറിച്ചതിന് ശേഷം സുഗന്ധതയിലാണ്, തിളച്ചെണ്ണ ഇല്ലാതെ പലതരം പച്ചമരുന്നുകൾ ഇട്ടിട്ടുള്ള ഒരു എണ്ണയാണത്. അത് ശരിക്കും മഞ്ഞൾ പൂശിയതിന് ശേഷമാണ് ഈ എണ്ണ അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ അത് ചിലർ കരയും, ചിലർ ബലം പിടിച്ചിരിക്കും. അപ്പം അത് പല രീതിയിലാണത്. അതിനിപ്പം നമുക്കറിയാം, ഇപ്പം ഈ സുന്നത്ത് സ്ത്രീകൾക്കിടയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, പുരുഷന്മാർക്കിടയിലും ചെയ്യുന്ന ആളുകൾ. ഇപ്പം ഈ ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ടെന്നാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനെ പല രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയാ കുറെ തെറ്റായ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതൊക്കെ എഴുതുന്നത് അപ്പോൾ നിങ്ങൾ തന്നെയാണോ? എങ്ങനെയാ അപ്പോൾ ഈ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തോട്ട് വരുന്നത് ദായമ്മക്കനെ കുറിച്ചിട്ടൊക്കെയുള്ള? ഇത്തരം പുസ്തകം എഴുതുന്ന ആളുകൾ അവരുടെ കാഴ്ചയും അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നോളജിലാണ് അവർ അത് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ എഴുത്തിന്റെ ഒരു ആവശ്യത്തിന് കുറച്ചുകൂടെ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്കൊരു പുസ്തകം വെച്ചിട്ട് ശരിക്കും എന്തോ പോലെ തോന്നി, എന്തോ ഒരു ഇത് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. കാരണം എന്തോ ഒരു പോലെ ഇങ്ങനെയല്ലല്ലോ ശരിക്കും എഴുതേണ്ടത് തോന്നിപ്പോയി. മനസ്സിലായി. പച്ചയായിട്ടാണ് എഴുതുന്നത്, പക്ഷെ ആ പച്ചയ്ക്കും ഒരു എന്തോ പോലെ. പലരും പുസ്തകത്തിന് ഭയങ്കര സംഭവമൊക്കെ പറയാറുണ്ട് ശരിക്കും, താല്പര്യം. പക്ഷെ നമ്മളത് തന്നെ എഴുതുമ്പോഴായിരിക്കും കുറച്ചും കൂടി അത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ അബ്യൂസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ക്രോസ് റോഡ്, എന്താ അതിന് പറയുന്ന പേര്, ഈ ക്രോസ് ഡ്രസ് ലൈക്ക് നിൽക്കുന്ന ഒരു പോയിന്റിന്റെ കാര്യം പറഞ്ഞു, ക്രൂസിംഗ് സൈറ്റ്. അപ്പോൾ ഓക്കെ, ക്രൂസിംഗ് സൈറ്റിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കടിക്കും, പിച്ചും, മാന്തും, അങ്ങനെ അവർ തന്നെ അബ്യൂസ് ചെയ്ത് അങ്ങനെ സ്വഭാവ വൈകൃതങ്ങളുള്ളവർ നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഭീകരമായിട്ട് തോന്നിയ സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിപ്പം ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈ അറ്റാക്ക് നേരിടുന്നത്, ഭീകരമായിട്ടുള്ള അറ്റാക്ക് നേരിടുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചാൽ. അപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ട്, അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി അവരെന്തോ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ഒരു ദിവസം എന്നെ വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു. പെട്ടെന്ന് ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോൾ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പതുക്കെ വണ്ടിയിൽ കയറ്റുന്നു. അപ്പം ഞാൻ കരഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. നീ വന്നിട്ട് ഒരു ഒഴിഞ്ഞ് പറമ്പിൽ കൊണ്ടുപോയി. എത്ര വയസ്സ് കാണും? ഐ തിങ്ക് ഞാനൊരു 9th ഒക്കെ ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞ സമയത്താണ്. 15 വയസ്സ് സമയത്ത് വലിയൊരു പറമ്പിൽ കൊണ്ടുപോയി ഇവര് സിഗരറ്റ് ഒക്കെ വെച്ച് പൊള്ളിച്ചു, കടിച്ചു, പല സ്ഥലങ്ങളിലും കടിച്ചു, നന്നായി ഉപദ്രവിച്ചു. ശരിക്കും എന്താ പറയാ, നമുക്കറിയത്തില്ല എങ്ങനെ പറയാന്ന്. നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമുക്ക് ഉപദ്രവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഓർമ്മ വരും. പപ്പയൊക്കെ നന്നായി അടിക്കുമായിരുന്നു, എന്നെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പം അടിയൊക്കെ കിട്ടുമ്പോൾ നല്ല വേദനയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അടി കിട്ടാതെ എങ്ങനെ ഇരിക്കുക ഒരു ദിവസം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അന്നൊക്കെ. അപ്പം മമ്മിയൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത് അന്ന്. അപ്പോൾ ഒത്തിരി വേദന സ്വയം ഇതായി. പിന്നെ നമുക്കിങ്ങനെ അബ്യൂസ് നേരിടുമ്പോൾ ഉണ്ടാവുന്ന വേദന അപ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിർബന്ധപൂർവ്വം അടിക്കുന്നതിനെക്കാട്ടും ഇപ്പോൾ എൻ്റെ ആ സമയത്തൊക്കെ എൻ്റെ ശരീരം ഒരു സെക്ഷൽ അബ്യൂസിന് പറ്റുന്ന ശരീരമല്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും എൻ്റെ ശരീരത്തിൽ പറ്റില്ല. അതുകൊണ്ട് ഓറൽ സെക്സ്, ആനൽ സെക്സ് ഒക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ചെറുപ്രായത്തിൽ. അപ്പം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അമ്മയോടത് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ STI ഒക്കെയാണെന്ന് സ്ഥിരീകരിച്ചു.
ആ സമയത്ത്. കാരണം ഇത് ഞാൻ പുറത്ത് പറയുന്നില്ല. എനിക്കാണെന്ന് വെച്ചാൽ എപ്പോഴും അറ്റാക്ക് വന്നു, ഇങ്ങനെ ഓരോ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ 18 വയസ്സ് പോലും ആവുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര പാവമായിരുന്നു, പേടിയായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്ത്. അതെ അതെ. പിന്നീട് ഈ വളർന്ന് വലുതായപ്പോഴൊക്കെയാണ് വേദന കുറച്ചും കൂടി കടിച്ചമർത്താനൊക്കെ പറ്റിയത്, പഠിച്ചത്. അങ്ങനെ ഓരോ സമയത്ത് ഓരോ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് അത് ആരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ തീവ്രത ഉണ്ടായെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നമ്മളോട് മോശം വാക്കുകൾ സംസാരിക്കുന്നവരായി അവരുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഏറ്റവും വേദന കൂടുതൽ. ഒരു അടിയേക്കാൾ ഫിസിക്കലി ചെയ്യുന്നതിനേക്കാളും മെന്റലി വരുന്ന അടി. ഡെഫിനറ്റ്ലി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പപ്പ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഫുട്ബോൾ കളിക്കുന്ന ആമ്പിള്ളേർ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നെ അടിക്കാനായിട്ട് ഇറങ്ങി ഓടി. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഓടി, ബോയ്സിൻ്റെ നടുക്കൂടെ. അവിടെ നിന്ന് ഒച്ചത്തിലിങ്ങനെ വിളിച്ചു, ഒരു മോശപ്പെട്ട പേര് വിളിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കിയാ കളിയാക്കി ചിരിക്കുന്നു. പേര് വിളിക്കാനല്ല, പപ്പ വിളിച്ചതിന് റിയാക്ഷൻ എന്നെ നോക്കിയിട്ടാണ് കളിയാക്കലുകൾ. എനിക്ക് പപ്പ ഒരു അടി തന്ന പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ ഉറക്കേന ആ പേര് വിളിക്കുമ്പോൾ എല്ലാവരുടെ ഫോക്കസ് എൻ്റെ മേലിൽ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് കരഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി കയറിയതാണ്. അപ്പം അതാണ് ഓരോ സിറ്റുവേഷൻ. നമുക്ക് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള അബ്യൂസിനെക്കാട്ടും നമുക്ക് ഈ വെർബലിയുള്ള അബ്യൂസുകൾ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും നമ്മളെ വഴക്ക് പറയുന്നത്. ഇപ്പം തന്നെ സംസാരിക്കുമ്പോഴേ മനസ്സിലാവും കണ്ണിന്റെ മൂവ്മെന്റ് മാറുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോഴും ആ പപ്പ പറഞ്ഞ അത് നല്ല വിഷമമുണ്ടല്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഓരോ ഇൻ്റർവ്യൂസിലൊക്കെ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയും. പരമാവധി ഞാൻ ചൈൽഡ്ഹുഡ് പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അത് പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ട്രോമ ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ പോയാലും ചിലപ്പോൾ അത് ഓർക്കും, ഇന്നത് പറഞ്ഞല്ലോ എന്നുള്ളത്. അത് പറയണ്ട എന്നുള്ളതല്ല, പറയണം. കാരണം ഇത് കാണുന്ന പേരൻസ് എങ്കിലും ഒന്ന് വിചാരിക്കണം അല്ലേ. ഇതിപ്പോൾ എന്നോട് പല പേരൻസും പറഞ്ഞിട്ടുണ്ട്, ശീതളിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുഞ്ഞിനോടുള്ള അപ്രോച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ പല കൗൺസിലേഴ്സും, സ്കൂൾ കൗൺസിലേഴ്സൊക്കെ. ഇപ്പോൾ എനിക്ക് ഒത്തിരി കൗൺസിലേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ ഫ്രണ്ട് അവൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അബ്യൂസ് ഉണ്ടാവാണ്. ആ കുട്ടി ഇവളോട് പറഞ്ഞു. അപ്പോൾ ആളാരാന്ന് ചോദിച്ചപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഉസ്താദായിരുന്നു. അപ്പം ഇത് അമ്മയോട് പറയണമല്ലോ, കുട്ടിയുടെ വീട്ടിൽ ഫാമിലിയിൽ അറിയിക്കണമല്ലോ. ഫാമിലിയിൽ അറിയിപ്പിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത്, ഉപ്പോട് ഇത് പറയണ്ട, പ്രശ്നമാവും. ഉമ്മ വീണ്ടും സംശയത്തോടെ കുട്ടീനോട് ചോദിച്ചു, നിനക്ക് ആള് മാറിയതായിരിക്കും, നീ നുണ പറയാണോന്ന്. അപ്പം എൻ്റെ കൗൺസിലറായിട്ടുള്ള സുഹൃത്ത് പറഞ്ഞത്, സ്വന്തം ഉമ്മയ്ക്ക് പോലും ആ കുട്ടീനെ അവിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ആ കുട്ടി ഒരു ഫെമിനൈനായിരുന്നു. അപ്പോൾ ഇവർക്ക് തെറ്റിദ്ധാരണയായിരുന്നു, ഇങ്ങനെ ഫെമിനൈനായിട്ടുള്ള ആളുകൾക്ക് നേരെ മാത്രമേ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള അബ്യൂസസ് ഉണ്ടാവും. അതിലാണെന്നോ പെണ്ണെന്നോ ട്രാൻസ് എന്നോ ഒരു വ്യത്യാസം. എല്ലാവരും പെൺകുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ആളുകളെ ശ്രദ്ധിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെൺകുട്ടികളെക്കാൾ കൂടുതൽ അബ്യൂസ് നേരിടുന്ന ആൺകുട്ടികൾക്ക്. കാരണം ഈ ചെറുപ്രായത്തിലൊന്നും ഇത് തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ അവിശ്വസിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് ഇവരുടെ ഒപ്പം ഇത് അംഗീകരിച്ചില്ല. അവസാനം പോലീസ് കേസ് ആവും. നിങ്ങളിത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകുന്നുള്ള രീതിയിൽ പേരൻസിനോട് പറഞ്ഞു. കാരണം ഇവർ ആ ഉസ്താദിനെ വിശ്വസിക്കുന്നേ ഇല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ളതാണ്.
സ്വന്തം കുഞ്ഞിനെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവൾക്ക് ഭയങ്കര അത്ഭുതമായി ശരിക്കും. അപ്പം ഞാൻ മനസ്സിലാകുന്ന ഇത്തരം സിറ്റുവേഷൻസ് ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അബ്യൂസസ് എപ്പോഴും വലിയൊരു ക്രൈസിസിലൂടെ ഓരോ കുഞ്ഞും കടന്നു പോകുന്നത്. ഞാൻ കടന്നു വന്ന വഴി എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വഴിയാണ്. ഇന്നത്തെ പോലെ ഒരു ടെക്നോളജിയോ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല. എനിക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നില്ല, ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇതിനെയൊക്കെ അടക്കി പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ശരിക്കും എന്താ പറയുക, വലിയൊരു കാര്യം തന്നെ ആ സമയത്ത് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റിയത് തന്നെ. യെസ്, ഞാൻ 99 കുറച്ചുകൂടി ഓപ്പൺ ആവുന്നത്. 2000 ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. 2002 ഞാൻ ഹിജഡ കമ്മ്യൂണിറ്റി ആയിട്ട് ഇട ചേരുന്നത്. ഞാൻ കുറച്ചുകൂടി ആർജവം എടുക്കുന്നത് 2005. പിന്നെ 2008 സമയമൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് ധൈര്യം ഉണ്ടാവുന്നത്. പിന്നെ ഒരു ആക്ടിവിസം ഒക്കെ ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഒരു ആക്ടിവിസ്റ്റ് ആവണം, ഇതിനു വേണ്ടി പോരാടണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ഒരു 2010 സമയത്താണ്. 2008 ഞങ്ങളുടെ എൻ്റെയും എൻ്റെ എക്സ് പാർട്ട്ണറെ ആദ്യത്തെ ഇൻ്റർവ്യൂ വരുന്നതും. 2010 ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂ വരുന്നതും. ഈ കേരളത്തിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഞങ്ങളെ തിരിച്ചറിയുന്നതും അതൊരു വലിയൊരു വഴിയാണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റീനെ ഇത്രയും ആക്കിയെടുക്കാനുള്ള എല്ലാ സ്റ്റെപ്പും താണ്ടി വന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ല, അതിനൊരു എല്ലാ ഫേസസിലൂടെയും കടന്നു വന്ന ഒരാൾ. അപ്പം അതിനൊരു വഴികാട്ടി എന്നല്ല പറയണ്ട, ശരിക്കും അതിനൊരു എനിക്കൊരു അതിനാവാൻ പറ്റി എന്നുള്ളതാ. അതിന് എനിക്ക് മുന്നേ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, എനിക്ക് മുന്നേ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ആ വഴി താണ്ടാൻ പറ്റാതെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സ്വീറ്റ് മരിയ ആയിരുന്നു പ്രൈഡിനൊക്കെ തുടക്കം കുറിച്ചതൊക്കെ. ഫൗണ്ടർ മെമ്പറായിരുന്നു. 2010 കാലഘട്ടത്തിൽ IPC 377 ഡിക്രിമിനലൈസ് വന്ന് 2009 വന്ന സമയത്ത് നമ്മളൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇവിടുത്തെ ചാനലുകൾ അന്ന് പ്രിൻറ്റ് മീഡിയ ആയിരുന്നു കൂടുതലും, പ്രിൻറ്റ് മീഡിയയിൽ സംസാരിക്കുന്നു. പിന്നെ ടെലിവിഷൻ മീഡിയ ഒക്കെ പിന്നെയാണ് വരുന്നത്. ടെലിവിഷൻ മീഡിയയിൽ സംസാരിക്കുന്നു. 2010 മരിയയുടെ മരണം നടക്കുന്നത്. ആ സമയത്ത് മരിയനെ കൊല ചെയ്യായിരുന്നു. കഴുത്തിൽ മുറിച്ച് കത്തി കൊണ്ട് കുത്തിയാണ് ഒരു ക്ലയൻ്റാണ് കൊല ചെയ്തത്. സെക്സ് വർക്കിന് പോയ അല്ല, അവർ ഒരു ഫിഷറീസ് വകുപ്പിൽ ജീവനക്കാരിയായിരുന്നു സ്വീറ്റ് മരിയ ശരിക്കും ആക്ടിവിസം കൊണ്ട് നടന്ന ഒരാളായിരുന്നു ഞങ്ങളുള്ള കാലഘട്ടത്തിൽ. അങ്ങനെ പുള്ളിക്കാരത്തിനെ മർഡർ ആയിരുന്നു. കൊന്നു തിരിച്ചറിയാതിരിക്കാൻ മുളക് പൊടിക്ക് വിതറി ദേഹത്തൊക്കെ. അവരെ സെക്സ് ചെയ്ത് ആ സെക്ഷൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഈ ക്ലയന്റ് അത് ചെയ്തത്. അതാ ഞാൻ ചോദിച്ചത് ആദ്യം, അതായത് സെക്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ ആള് ചെയ്തതാണിത്. മനസ്സിലായി. അവരുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാള്. അയാള് പാർട്ട്ണറാന്നും പറഞ്ഞിട്ട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നതാ. അപ്പൊ മരിയയിൽ പൈസയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൂടെ നിന്ന് കൊന്നതാ. അപ്പൊ മരിയെ പോലുള്ള ആളുകളൊക്കെ മുമ്പിലുണ്ടല്ലോ നമ്മുടെ. അതെ. ശരിക്കും നമ്മൾ ഈ ഇതേപോലെ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ വരുന്ന ആളുകളുടെ അടുത്തുനിന്ന് വരുന്ന അബ്യൂസ്, അതിലേറ്റവും എന്താ പറയാ ഭീകരമായിട്ടുള്ള ഒരു ഒന്നാണല്ലേ ഇപ്പൊ മരിയയുടെ ഇൻസിഡന്റ്. യെസ്, മരിയൊക്കെ എന്ന് വെച്ചാൽ മരിയക്ക് വേണമെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു, ഒളിച്ച് ജീവിക്കാം, ഇങ്ങനെ ഒരു ആക്ടിവിസ്റ്റിലേക്ക് വരേണ്ട. പക്ഷെ അവരെപ്പോഴും പെർഫോമഡ് ആയിരുന്നു, അവരവരുടെ ഐഡന്റിറ്റി അവതരിപ്പിച്ചിരുന്നു. അതും കൂടിയാണ് അവർ മരണപ്പെട്ടത്. ഈ കമ്മിങ് ഔട്ട് പ്രോസസ്സ് നടത്തിയത് കൊണ്ടാണ് അവർ മരണപ്പെട്ടത്. അവർ ക്ലോസറ്റിലാണെങ്കിൽ മരണപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇരിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്, അവരൊക്കെ എത്ര ഗുഡ് ലൈഫിലാണ് അവരുള്ളത്. അവരൊക്കെ നല്ല മെച്ചപ്പെട്ട ജീവിതം അവർക്ക് കിട്ടി. ചിലർക്ക് നല്ലൊരു ലൈഫിനെ തിരഞ്ഞെടുക്കാൻ പറ്റി, നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളൊന്നും അനുഭവിച്ച ഒരു സോഷ്യൽ സ്ട്രഗ്ലിങ് അവർക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. നമ്മൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിയമം തരേണ്ട പോലീസിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും
എല്ലാവരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അടി, ഇടി, ജയില്, ലോക്കപ്പ്, ഇങ്ങനെയൊക്കെ. ഈ നമ്മുടെ ഞാൻ മേരിക്കുട്ടി സിനിമ പോലെ അത് റിയൽ ലൈഫിൽ, എൻ്റെ ലൈഫിൽ നടന്നത്. എൻ്റെ അമ്മ മരിച്ച 7ാമത്തെ ദിവസമാണ് എന്നെ തൃശ്ശൂർ ഈസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടുത്തെ എൻ്റെയും മറ്റൊരു ഫ്രണ്ടിനെയും, എന്നിട്ട് അവരെ എന്നെ ഉപദ്രവിച്ചു. എന്നോട് ചാന്തുപുട്ട് സിനിമയിൽ ദിലീപിനെ പോലെ നടക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷൻ. എൻ്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയുടെ പൊക്കിളിൽ ഇടിച്ചിട്ട് ചോര വന്നു. എന്നെ ചകിടത്തടിച്ചു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി, ഫൈസലിനെ പോലുള്ള ആളുകൾ, ശരത്തേട്ടനെ പോലുള്ള ആളുകൾ, അങ്ങനെ കുറച്ച് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ വിടാമെന്ന് പറഞ്ഞത് അവർ. എൻ്റെ പപ്പ വന്നിട്ട് എന്നെ വിട്ടത്. അപ്പോൾ പപ്പയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, പച്ചയോടെ പറഞ്ഞത്, നിങ്ങളുടെ മകൻ ഈ പൂരപ്പറമ്പിൽ വൃത്തികെട്ട ഭാഷയിലാണ് പറഞ്ഞത്, ഇന്ന പണിക്ക് അവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. ശരിക്കും ഞാൻ ഫീൽഡ് വർക്കറായിരുന്നു ഫേം ജ്വാല എന്ന ഓർഗനൈസേഷനിൽ, കമ്മ്യൂണിറ്റി ഫീൽഡ് വർക്കറായിരുന്നു. അപ്പോൾ പോലീസിന് അന്ന് ഒരു നിയന്ത്രണമില്ല. ഇത്തരം ഫെമിനിൻ ആയിട്ടുള്ള ആളുകളെ കണ്ട് ഉപദ്രവിക്കുക, കളിയാക്കുക, മാക്സിമം അവരെ ഹറാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ശരിക്കും ഒത്തിരി ഫൈറ്റ് ചെയ്ത് വന്ന ഒരാള്. എന്തായാലും ഇപ്പോ എന്താ പറയാ, ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പൊ ഞാൻ പോലീസുകാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, റിസോഴ്സ് പേഴ്സൺ ആണ് ഞാൻ. കാപ്പയില് കേരള പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. എന്നെ ഉപദ്രവിച്ച പോലീസുകാർ തന്നെ എന്നെ മാഡം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് അത്. അതെ അതെ. അപ്പം ആരെയും ഉപദ്രവിക്കാനോ ഒരാളെ ഇങ്ങനെ മീൻസ് ഒരാള് ഇന്ന ആളായിട്ട് ജനിച്ചു പോയി എന്ന് വെച്ചിട്ട് ഒരാളെ ഉപദ്രവിക്കാനോ ഒന്നും ആർക്ക് റൈറ്റ് അല്ല. അന്ന് കാലത്ത് അങ്ങനെയായിരുന്നു ഒരു ക്യാരക്ടർ. നമുക്ക് നമ്മുടെ സൊസൈറ്റി അങ്ങനെയായിരുന്നു, ജസ്റ്റ് അങ്ങനെയായിരുന്നു. പിന്നീടാണ് ട്രാൻസ് പോളിസി വന്നത്. ട്രാൻസ് വ്യക്തികളുടെ ക്രൈസിസിനെ, ഹറാസ്മെന്റിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണമെന്ന് പോലീസ് വകുപ്പിനോട് ഉത്തരവിടുന്നത് ഇവിടുത്തെ മന്ത്രിസഭയാണ്. ഇത്തരം ആളുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഭരണകൂടമാണ്. ഭരണകൂടത്തെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണല്ലോ വലിയ കാര്യം തന്നെ. അത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം പോയി. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ഇനിയും മാറാൻ പോവാത്തൊരു സംഭവമാണ് ശോഭന വിളി. എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് വെച്ചാല് പണ്ടൊക്കെ ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്നെ പോലെ ഒരു ട്രാൻസ് വ്യക്തിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അപ്പം അവൾക്ക് രമ്യകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ശോഭനനെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം ഞങ്ങളന്ന് ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് ഈ മാഗസീൻസിൻ്റെ കവറൊക്കെ പറിച്ചു കൊണ്ടുവരും. അത് വെട്ടി പുസ്തകമായിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം അന്ന് ഇങ്ങനെ നോട്ട് ബുക്കിൽ ഒട്ടിക്കുന്നതിൽ എൻ്റെ ഫേവറേറ്റ് ഇവരായിരുന്നു, ശോഭന. ഇവരുടെ ഡാൻസ് ഒക്കെ കാണാൻ പല സ്ഥലത്തും പോകുമായിരുന്നു, തൃശ്ശൂരും വലുതായപ്പോൾ ഗുരുവായൂരൊക്കെ പോയി കാണുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ അവർ പുതിയ കാലഘട്ടത്തിൽ ഞാൻ ആ പ്രശ്നത്തെ ഉന്നയിച്ചത് കൊണ്ട് വന്നതല്ല ശരിക്കും. അതിനു മുമ്പേ എൻ്റെ ലൈഫിലുണ്ട് അവർ. ആ സിനിമയൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. മണിച്ചിത്താഴ് സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഒത്തിരി തവണ കണ്ടിട്ടുള്ള സിനിമകളാണ്. അതിലെ നിറങ്ങളും അതിലെ ആഭരണങ്ങളും അതിലെ ജ്വല്ലറീസും കോസ്റ്റ്യൂമും ഒക്കെ എനിക്ക് തോന്നുന്നു അതിലത്തെ സംവിധായകന് പോലും ചിലപ്പോൾ ചോദിച്ചാൽ അറിയണ്ടാവില്ല. പക്ഷെ അത്രയും പതിഞ്ഞിട്ടുള്ളതാണ്, അത്രയും പതിഞ്ഞിട്ടുള്ള ഡയലോഗ്സും എല്ലാം അത്രയും ഉള്ളിലെടുത്തിട്ടുള്ള ക്യാരക്ടർ റോള്. അത് ആ സിനിമ മാത്രമല്ല, ഒത്തിരി സിനിമകൾ അവരുടെ. അതുകൊണ്ട് ഭയങ്കര ഒരു ഹാർഡ് കോർ എന്ന് വേണമെങ്കിൽ പറയാം, ആരാധനയായിരുന്നു. പിന്നീടാണ് എനിക്ക് ആരാധനയിൽ നിന്നൊരു സ്നേഹം വന്നത്. കുറച്ചുകൂടി ഞാൻ പൊളിറ്റിക്കലി കുറച്ചുകൂടി ഞാൻ ബോധം ഉന്നയിച്ചപ്പോഴാണ് ഞാൻ ആരാധിക്കേണ്ട ആളല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, അവരുടെ ടാലന്റിനും സ്കില്ലിനും ബഹുമാനം കൊടുക്കേണ്ട വ്യക്തി മാത്രമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ആലോചിച്ച് തുടങ്ങിയത്. പിന്നീട് ഈ കോൺട്രവേഴ്സി വരുന്നതെന്ന് വെച്ചാൽ, അവരൊരു പൊതുവേദിയിൽ നിന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത ഒരു രാജ്യത്ത്, ഹ്യൂമൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട്
ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ വിമർശിച്ചത്. ഈ പറഞ്ഞ പോലെ ആളുകൾ ശരിക്കും ശോഭനയുടെ കട്ടുണ്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നോ? ആളുകളല്ല, ഇപ്പം എൻ്റെ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളൊക്കെ പറയായിരുന്നു ഇങ്ങനെയൊക്കെ. പണ്ടേ എൻ്റെ സ്കൂളിൽ നാഗവല്ലി എന്നൊക്കെ വിളിക്കുകയായിരുന്നു. മേ ബി ചില മാനറിസങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വലുതായി. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിലോ സ്റ്റൈലിങ്ങിലൊക്കെ ചിലരിങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ചിലർ പറയും ശീതളിന് അങ്ങനെ ഒരു അറ്റയറുണ്ട്, ഹൈറ്റും ഇതൊക്കെ അങ്ങനെ പറയാറുണ്ട്. അല്ലാണ്ട് ഈ ആളുകൾ പറഞ്ഞ പോലെ മമ്മി ഒരിക്കലും ഞാൻ എന്താ പറയാ ഡിക്റ്റോ ഫോട്ടോ കോപ്പി അങ്ങനെയല്ല പറയുന്നത്. നമ്മളങ്ങനെ സാമ്യം ഉണ്ടെന്നൊന്നും ആര് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കണം എന്നില്ലല്ലോ. കാരണം ഞാൻ അവരെ വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് കണ്ടിട്ടുള്ളതാ. അവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് മുമ്പ് എപ്പോഴോ. പിന്നെ അവരുടെ ഓട്ടോഗ്രാഫ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവരുടെ അത്ര ഉയരം ഞാൻ ഉണ്ടോ നോക്കാനായിട്ട് ഞാൻ അവരൊപ്പം നിന്ന് നോക്കിയിട്ടുണ്ട് റീജിയണൽ തിയേറ്ററിൽ വെച്ചിട്ട്. അന്നേ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട ആളാണ്. പിന്നീട് ഈ കോൺട്രവേഴ്സി വരുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. ഈവൻ സൂര്യ ഫെസ്റ്റിവലിൽ എൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ടാഗോറിൽ. എൻ്റെ പെർഫോമൻസ് ഗണേശത്തിലായിരുന്നു. അപ്പം ആങ്കർ എൻ്റെ പേര് പറഞ്ഞു വിളിച്ചു. ഇന്ന് 13-ാം തീയതി എൻ്റെ ടോക്ക് ഉണ്ട്, ശീതളിൻ്റെ ടോക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ശോഭന മാം ഡാൻസ് കഴിഞ്ഞിട്ട് എൻ്റെ ടോക്ക് ഉണ്ടെന്നുള്ളത് അനൗൺസ് ചെയ്തു. 13-ാം തീയതി ഈ ഗണേശത്തിൽ ശീതൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ടോക്ക് ഉണ്ട്, നിങ്ങളെല്ലാവരും അത് കേൾക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് സൂര്യകൃഷ്ണമൂർത്തി സാർ എന്നെ പരിചയപ്പെടുത്തി ശോഭന മാമിനെ. അപ്പം ഞാൻ കുറേ മുമ്പ് മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ മെയിൽ അയച്ച ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വതവേ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല ഡാൻസ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും? എടുത്തോ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു, ഫോട്ടോ എടുത്തു. പിന്നെ അവരുടെ സ്റ്റുഡൻസ് 2 പേരുണ്ട്, അതിലൊരാൾ മലയാളിയാണ്. അവരെയും പരിചയമുണ്ട് എനിക്ക് മുമ്പ്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നടിയോടുള്ള ഇഷ്ടമാണ് അല്ലേ? ഡെഫിനറ്റ്ലി നടിയോടുള്ള ഇഷ്ടമാണ്. പക്ഷെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞതിലുള്ള വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അതാണ് ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ള ആളുകളുണ്ട്. ശീതൾ അത് പറഞ്ഞത് ശരിയാണ്. കാരണം അത്ര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിനെ പോലും ഇങ്ങനെ ഒരു കാര്യത്തിൽ വിമുഖതയുണ്ട്, വിയോജിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി അത് ഞാൻ പറഞ്ഞു. അതല്ലാതെ എനിക്ക് വേറെ പിന്നെ ആളുകൾ എന്തൊക്കെയാണ് അതിനെതിരെ പറയുന്നതും സംസാരിക്കുന്നത്, അതിനെ മറുപടി കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ല. അത് തന്നെ. അപ്പോൾ ഇനിയും എന്തായാലും ഒരുപാട് ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളും എന്താ പറയുക വിയോജിപ്പുകളും എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റട്ടെ അല്ലേ? യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റട്ടെ. എന്തായാലും ഈ കണ്ണൊക്കെ വയ്യാതിരുന്നിട്ടും ഇത്രയും ദൂരം വന്ന് നമുക്ക് ഇന്റർവ്യൂ തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.